الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلوا وسلموا على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 105-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസകും, നിങ്ങളുടെ സ്വന്തങ്ങളെ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളുവീൻ. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. നരകശിക്ഷയിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ശരീരത്തെ കാക്കുന്നതിനാവശ്യമായ എല്ലാ സൂക്ഷ്മതയും നിങ്ങൾ പാലിക്കണം. നടപടിക്രമങ്ങളും നിങ്ങൾ കൈക്കൊള്ളണമെന്ന് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഉണർത്തുകയാണ്. ആ ശക്തമായ തക്കീത് നൽകുകയാണ്. ലാ യദുറുക്കും, നിങ്ങളെ ഉപദ്രവിക്കില്ല. മൻ ളല്ല, ആ വഴിപിഴച്ച ഒരുവൻ, വഴിപിഴച്ച ഒരാളും തന്നെ നിങ്ങളെ ഉപദ്രവിക്കില്ല. ഇദഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലാകുകയാണെങ്കിൽ, നിങ്ങൾ നേരായ മാർഗത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ ഒരു വഴിപിഴച്ചവരും നിങ്ങളെ വഴിപിഴപ്പിക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ ഗ്യാരണ്ടിയാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അത് നിലവിൽ വരിക തന്നെ ചെയ്യും. നാം സത്യദീനിന്റെ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരാൾക്കും തന്നെ നമ്മളെ വഴിപിഴവിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഇലല്ലാഹി മർജൂക്കും, ഇലല്ലാഹി, അല്ലാഹുവിങ്കലേക്കാണ് മർജൂക്കും, നിങ്ങൾ മടക്കപ്പെടുന്നത്. ജമീഅൻ, മുഴുവനായും തന്നെ. വയുനബ്ബിഉക്കും, നിങ്ങളെ വർത്തമാനം അറിയിക്കും. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ വർത്തമാനം അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഅ്ശറ സഭയിൽ ഒരുമിച്ച് കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയിച്ചു തരും. നിങ്ങളുടെ കൃത്യമായ കിതാബുകൾ അവിടെ വായിക്കപ്പെടും. അതിൽ നന്മ തിന്മകൾ കൃത്യമായി വ്യവച്ഛേദിച്ചുകൊണ്ട് വിചാരണ ചെയ്യപ്പെടും. അത് തൂക്കപ്പെടും. അതൊക്കെയാണ് ആ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തം കാര്യം മാത്രം നോക്കണമെന്നല്ല ഈ ആയത്ത് പറയുന്നത്. സതുപദേശങ്ങൾ വേണം. നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. അതൊക്കെയും ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമവശങ്ങളാണ്.